ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമഗതാഗതത്തിന് വൻ വിജയം. കാർഗിലിലെ ഉയർന്ന ഉയരത്തിലുള്ള വ്യോമതാവളത്തിൽ ഒരു C-17 ഗ്ലോബ്മാസ്റ്റർ 3 വിമാനം ആദ്യമായി വിജയകരമായി ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 9700 അടി ഉയരത്തിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം എല്ലാ വശങ്ങളിലും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഗ്ലോബ്മാസ്റ്റർ 3 C-17 ബുധനാഴ്ച രാവിലെ ഡൽഹിക്കടുത്തുള്ള ഹിൻഡൻ വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന കാർഗിലിലെത്തുകയായിരുന്നു. അടുത്ത ഘട്ടത്തിൽ C-17ന്റെ രാത്രി ലാൻഡിംഗ് പരീക്ഷിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സാധാരണയായി ഈ വിമാനത്തിന് 70 ടൺ ചരക്ക് വഹിക്കുവാനുള്ള ശേഷിയുണ്ട്. എന്നാൽ കാർഗിൽ പോലെയുള്ള ഉയരങ്ങളിൽ അതിന്റെ ഭാരം 35 ടണ്ണായി പരിമിതപ്പെടുത്തിയിരുന്നു. നേരത്തെ 2023 ജനുവരിയിൽ ഒരു C-130J സൂപ്പർ ഹെർക്കുലീസ് കാർഗിലിൽ രാത്രി ലാൻഡിംഗ് ചെയ്തിരുന്നു. ഇപ്പോൾ C-17 കൂടി വരുന്നതോടെ വ്യോമസേനയുടെ ചരക്കുശേഷി 4 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളികൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ അതിന്റെ അഡ്വാൻസ്ഡ് എയർബേസുകളും ലാൻഡിംഗ് ഗ്രൗണ്ടുകളും നവീകരിച്ചിട്ടുണ്ട്. ലഡാക്കിലെ തോയ്സ്, ഫുക്ചെ, ന്യോമ, ദൌലത് ബേഗ് ഓൾഡി തുടങ്ങിയ വ്യോമതാവളങ്ങൾ നവീകരിച്ചു. അതുപോലെ അരുണാചലിലെ പാസിഘട്ട്, മെച്ചുക, വല്ലോങ്, ട്യൂണിംഗ്, അലോങ്, സീറോ തുടങ്ങിയ പ്രദേശങ്ങളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തരം യുദ്ധവിമാനങ്ങൾക്കും ഇവിടെ ഇറങ്ങാൻ കഴിയുന്ന തരത്തിൽ 2.7 കിലോമീറ്റർ നീളമുള്ള ഒരു ടാർ ചെയ്ത റൺവേ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന US-ൽ നിന്ന് 11 C-17, 13 C-130J എന്നിവ കൂടി വാങ്ങിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ സൈനികരെയും സാധനങ്ങളെയും എത്തിക്കുന്നതിലും ദുരന്ത നിവാരണ, മാനുഷിക സഹായ ദൌത്യങ്ങളിലും ഈ വിമാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ശക്തി ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരായ ഇന്ത്യയുടെ ശക്തി കൂടുതൽ മെച്ചപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.